ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മലബാറിലെ ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള കല്ലുമ്മക്കായ നിറച്ചതാണ്. ഇത് നമുക്ക് ഒരു സ്നാക്കായിട്ടും മെയിൻ ഫുഡായിട്ടും ഒക്കെ തിന്നാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് കല്ലുമ്മക്കായ നിറച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതൊക്കെയാണ് കേട്ടോ ഇൻഗ്രീഡിയൻസ്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് കല്ലുമ്മക്കായനെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ പുറം ഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നതൊക്കെ ചുരണ്ടിക്കളയണം. എനിക്കിത് അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ളതും പിന്നെ ഇത് ഓപ്പൺ ആയിട്ടുള്ള കല്ലുമ്മക്കായാണ് കിട്ടിയതും. അതുകൊണ്ട് കാര്യമായിട്ടുള്ള പണി എനിക്കിതിൻ്റെ മുകളിലില്ല. പിന്നെ നാട്ടിൽ കിട്ടുന്ന അത്ര ഫ്ലഷ് ഇതിൻ്റെ മുകളിലില്ല. കല്ലുമ്മക്കായ നമുക്കൊരു 50% ഓപ്പൺ ആക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഫ്ലഷ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ കല്ലുമ്മക്കായും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ വെള്ളം കളയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെയിനറിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള അരി റെഡിയാക്കി എടുക്കാം. ഇതിന് ഞാൻ തലേന്നേ കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പുഴുങ്ങൽ അരിയാണ് എടുത്തത്. അത് കുതിരാൻ ഏകദേശം ഒരു 7 മണിക്കൂർ എടുക്കും. ഞാനിതിന് നല്ല തിളച്ച വെള്ളത്തിലാണ് കേട്ടോ സോക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചവെള്ളത്തിലും ചെയ്യാം. തിളച്ച വെള്ളത്തിൽ ചെയ്യുമ്പോൾ നല്ലപോലെ സോഫ്റ്റാവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾ അരിയൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ 2-3 തവണ വാഷ് ചെയ്ത് നമുക്കിതിനെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിന് ഒരു തരുതരിപ്പായിട്ടാണ് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടത്, ഫൈൻ പേസ്റ്റ് ആവണ്ട. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് തേങ്ങ, ഒരു 5 to 7 ചെറിയുള്ളിക്ക് പകരം ചെറിയൊരു കഷ്ണം സവാള യൂസ് ചെയ്യാം, ഒരു പച്ചമുളക്, 2-3 കറിവേപ്പില, 1/4 ടീസ്പൂൺ വലിയ ജീരകം, കുറച്ച് ചെറിയ ജീരകവും, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇത് അരക്കാൻ ആവശ്യമുള്ള വെള്ളവും ചേർത്ത് ഇതിനെ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഞാനിത് അത്യാവശ്യം നല്ല തരുതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അരിപ്പൊടി ചേർത്ത് ഇതിനെ ടൈറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിനെ ഒരു കോട്ടൺ തുണിയിലോട്ട് ഒഴിച്ചിട്ട് നല്ല പോലെ മടക്കി വെച്ചിട്ട് ഇതിനെ ഒരു 1 hour ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ട് വരും. ഇനി നമുക്ക് ഈ കല്ലുമ്മക്കായ ഫില്ല് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് അല്പം അരി എടുത്തിട്ട് ഫില്ല് ചെയ്തെടുക്കാം. ഇതുപോലെ ഇതിലോട്ട് ഫില്ല് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഒന്ന് സോഫ്റ്റ് ആക്കണം. പിന്നെ അരി ഓവറായിട്ട് ഫില്ല് ചെയ്യണ്ട കേട്ടോ. മാക്സിമം എത്ര അരി കുറയ്ക്കാൻ പറ്റുമോ അത്രയും ടേസ്റ്റ് കൂടും. ഇതുപോലെയാണ് ഫില്ല് ചെയ്യേണ്ടത്. എല്ലായിടവും ഒന്ന് സോഫ്റ്റ് ആക്കണം. ഇനി ബാക്കി വരുന്ന എല്ലാ കല്ലുമ്മക്കായും ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. ഇതെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ സ്റ്റീം ചെയ്തെടുക്കാം. ഇത് സ്റ്റീം ചെയ്യാനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി ചെമ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി കല്ലുമ്മക്കായൊക്കെ നമുക്ക് അതിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഒരു 1/2 മണിക്കൂർ സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും ഇത് കുക്കാവും. ഞാനിതൊരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പം കല്ലുമ്മക്കായൊക്കെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പുറത്തേക്ക് എടുക്കാം കേട്ടോ. ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ ഷെല്ലൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ഇനി ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഷെല്ല് റിമൂവ് ചെയ്യാം. ഇനിയെല്ലാം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കും.
അതിനായി ഒരു ബൗളിലോട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കാം. കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ നോർമൽ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെള്ളം ചേർക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ചെയ്യേണ്ടത്. ഇനി ഓരോ കല്ലുംകായ എടുത്ത് നമുക്കിതിനെ നല്ലപോലെ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാൻ എല്ലാ കല്ലുംകായും നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാവുമ്പോൾ കല്ലുംകായ ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇതിൻ്റെ എല്ലാ സൈഡും നമുക്ക് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇത് കുക്കാവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മസാലയൊക്കെ ഒന്ന് ഫ്രൈ ആയാൽ മതി. ഇത് 2-3 തവണ തിരിച്ചും മറിച്ച് ഇടുമ്പോഴത്തേക്ക് തന്നെ എല്ലാ വശവും നല്ലപോലെ മൊരിഞ്ഞ് വരും. ഇപ്പം നമ്മുടെ കല്ലുംകായൊക്കെ ഓൾമോസ്റ്റ് എല്ലാ സൈഡും നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓയിലിൽ നിന്ന് മാറ്റാം. അപ്പം നമ്മുടെ സ്പൈസിയും ടേസ്റ്റി ആയിട്ടുള്ള കല്ലുംകായ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.